വാർത്തകൾ വിശദമായി. സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ച് കേരള കോൺഗ്രസ് രൂപീകരിക്കാനാണോ കെപിസിസിയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ശ്രമിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലിംഗസമത്വം എന്ന കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് ചെന്നിത്തലയും സംസ്ഥാന കോൺഗ്രസും തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലിംഗസമത്വം എന്നതാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് രമേശ് ചെന്നിത്തല തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ ലോക്സഭയിൽ കറുത്ത ബാഡ്ജ് ധരിക്കാനുള്ള UDF എംപിമാരുടെ നിലപാടിനെ സോണിയാഗാന്ധി തള്ളിക്കളഞ്ഞിരുന്നു. അതേസമയം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് അംഗീകരിക്കാൻ KPCC തയ്യാറാകുന്നില്ലെന്നും കോടിയേരി പറഞ്ഞു. ലിംഗസമത്വത്തിന് വേണ്ടിയാണ് എന്നുള്ള നിലപാട് സോണിയാഗാന്ധി സ്വീകരിക്കുകയും ചെയ്തു. ഇതേ നിലയിലാണ് ശബരിമലയിലെ സ്ത്രീ പ്രവേശനം സ്വാഗതം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ സ്വീകരിച്ച സമീപനം. കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന നിലപാടിനെ കേന്ദ്ര നേതൃത്വം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് ഒരു പുതിയ വഴിത്തിരിവാണ്. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ KPCCയും പ്രതിപക്ഷ നേതാവും പ്രവർത്തിക്കുന്നത്. എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉദ്ദേശം? അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാടിനെ തിരസ്കരിച്ചുകൊണ്ട് കേരളത്തിലൊരു പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാക്കാനാണോ രമേശ് ചെന്നിത്തല ഉദ്ദേശിക്കുന്നത്? ശബരിമലയെ തകർക്കണമെന്നാണ് RSS സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. തങ്ങളുടെ അധീനതയിലുള്ള ക്ഷേത്രങ്ങൾ മാത്രം മതി എന്നാണ് അവരുടെ നിലപാട്. കേരളത്തിൽ കലാപം സൃഷ്ടിക്കാൻ ആസൂത്രിതമായ നീക്കം RSS നടത്തുകയാണ്. സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനുള്ള RSS ശ്രമം വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനാണ് RSS ശ്രമിക്കുന്നത്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വസ്തുതകൾ പുറത്തു കൊണ്ടുവരാനാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നവോത്ഥാന മൂല്യ സംരക്ഷണത്തിന് തുടർച്ചയുണ്ടാകുമെന്നും നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹർത്താലിന്റെ മറവിൽ വർഗീയ കലാപത്തിനും സംഘപരിവാർ ശ്രമം. ഹർത്താൽ ദിനത്തിൽ മിഠായി തെരുവിൽ കടകൾ അടപ്പിക്കുമ്പോഴായിരുന്നു വർഗീയ കൊലവിളി. ഒരൊറ്റ മുസ്ലിമും പള്ളിയും ഇവിടെ ഉണ്ടാകില്ലെന്നും സംഘപരിവാർ ഭീഷണി. ദൃശ്യങ്ങൾ പുറത്ത്. ഹർത്താലിന്റെ മറവിൽ സംഘപരിവാർ സംഘടനകൾ ലക്ഷ്യം വെച്ചത് വർഗീയ കലാപമായിരുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണിത്. മിഠായി തെരുവിൽ പരക്കെ ആക്രമണം അഴിച്ചുവിട്ട സംഘം പോലീസും വ്യാപാരികളും DYFI പ്രവർത്തകരും പ്രതിരോധിക്കാനെത്തിയതോടെ ഗണപതി മാരിയമ്മൻ കോവിലിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അവിടെ നിന്നും അവർ ആക്രോശിച്ചത് ഇങ്ങനെയാണ്: മുസ്ലിം പള്ളികൾ തകർക്കും, ഒരൊറ്റ മുസ്ലിമും കേരളത്തിൽ ഉണ്ടാവില്ല, കൊന്ന് കൊലവിളിക്കും. ഈ കൊലവിളിയിലുണ്ട് അവരുടെ കൃത്യമായ അജണ്ട. ഹർത്താലിന് തലേ ദിവസം മുതൽ കോഴിക്കോടും മിഠായി തെരുവിലും സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതിനു പിന്നിലുള്ള അജണ്ട വർഗീയ കലാപമായിരുന്നെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ. സംഘർഷത്തിനു ശേഷം അവർ കയറിയൊളിച്ച മാരിയമ്മൻ കോവിലിൽ നിന്നാണ് പിന്നീട് പോലീസ് മാരകായുധങ്ങൾ കണ്ടെടുത്തതും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ശ്രീലങ്കൻ യുവതി ശബരിമല ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം രാത്രി 10:46 ശ്രീകോവിലിന് മുന്നിൽ ഗുരുസ്വാമിയോടൊപ്പം എത്തിയാണ് ദർശനം നടത്തിയത്. 47-കാരിയായ ശശികലയാണ് കുടുംബത്തോടൊപ്പം എത്തി അയ്യപ്പ ദർശനം നടത്തി മടങ്ങിയത്. സുരക്ഷാ കാരണങ്ങളാലാണ് ദർശനം നടത്തിയില്ല എന്ന് ശശികല പ്രതികരിച്ചതെന്ന് പോലീസ് വിശദീകരിച്ചു. 2019 ജനുവരി 2 പുലർച്ചെ 3:30 സുപ്രീം കോടതി വിധി നടപ്പിലാക്കി കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയതിന് പിന്നാലെയാണ് ശ്രീലങ്കൻ സ്വദേശിയായ ശശികലയുടെ അയ്യപ്പ ദർശനം. ജനുവരി 3 രാത്രി 10:46 11 ഈ 47-കാരിയുടെ ദർശനം. ദർശനത്തിന്റെ തെളിവായ ദൃശ്യങ്ങളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ശ്രീകോവിലിന് മുന്നിലെ 19-ാം നമ്പർ ക്യാമറയിലെ ദൃശ്യങ്ങളിലാണ് ശശികല ദർശനം നടത്തി എന്നത് വ്യക്തമാകുന്നത്. ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതിന് മുൻപായി 10:46 ദൃശ്യങ്ങളിൽ ശശികല ഗുരുസ്വാമിയോടൊപ്പം എത്തുന്നത് കാണുന്നത്. നിരവധി അയ്യപ്പ ഭക്തന്മാർക്കൊപ്പമാണ് ശശികലയും ദർശനം നടത്തിയത്. എന്നാൽ ഭക്തർ ആരും തന്നെ ഇവരെ തിരിച്ചറിഞ്ഞിട്ടും ഒരു തരത്തിലെ പ്രതിഷേധവും ഉണ്ടായില്ല എന്നുള്ളതും ഏറെ പ്രസക്തമാണ്.
രാത്രി 7:30 പമ്പയിലെത്തിയ ശശികലയും ഭർത്താവും കുട്ടിയും 9:30 സന്നിധാനത്തേക്ക് പോലീസ് സുരക്ഷയിൽ എത്തുന്നത്. 11 മണിയോടെ ദർശനം നടത്തി ഇറങ്ങവെയാണ് ചില പ്രതിഷേധക്കാരുടെ ശ്രദ്ധയിൽ ഇവർ പെടുന്നത്. തുടർന്ന് പോലീസ് ഇവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. ഭർത്താവിനെയും കുട്ടിയെയും പമ്പ എയ്ഡ് പോസ്റ്റിലേക്കും മാറ്റി. തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയാണ് ശശികല പമ്പയിലെത്തിയത്. ദർശനം നടത്തിയില്ല എന്നായിരുന്നു ശശികല മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. போலீஸ் திருப்பி அனுப்புறாங்க. உங்களை மேல போக இல்ல என்ன தரிசனம் நடத்தவே இல்ல. உங்களை மேல போக அவங்க அனுமதி தரலையா இல்ல நீங்க போலையா? நான் வந்து அமைதியா இருக்க விரும்புறேன். என்ன ஐயப்பன் சொல்லுவாரு, உங்க எல்லாருக்கும் பதில் இத்தாலியில கிடைக்கும். சரியா? ശശികലയുടെ സുരക്ഷ മുൻനിർത്തിയാണ് ദർശനം നടത്താൻ സാധിച്ചില്ല എന്നവർ പറഞ്ഞതെന്ന് പിന്നീട് പോലീസും സ്ഥിരീകരിച്ചു. ദർശനത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നത് പീപ്പിൾ ടിവിയുടെ വാർത്തയും ശരിവെച്ചു. തുടർന്ന് പോലീസ് സുരക്ഷയിൽ ശശികലയും കുടുംബവും നാട്ടിലേക്കും മടങ്ങി. എസ് ഷീജ, തിരുവനന്തപുരം. സൈക്കിൾ പ്യൂർ അഗർബത്തീസ് ശബരിമല വിശേഷങ്ങൾ ബ്രോട്ട് യു ബൈ സൈക്കിൾ 3-in-1 അഗർബത്തി, രാജ്യത്തിന്റെ ഓരോ പ്രാർത്ഥനയോടൊപ്പം. ശബരിമലയിൽ ശ്രീലങ്കൻ യുവതി കയറിയത് അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. CCTV ദൃശ്യങ്ങളിലൂടെ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ചില മാധ്യമങ്ങൾ തന്നെ വിഷ്വൽസ് കാണിക്കുകയല്ലേ, അതാകട്ടെ CCTV ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഇല്ല, നമ്മളത് അന്വേഷിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അന്വേഷിച്ചിട്ടില്ല. അവിടെ സ്ത്രീകളുടെ പ്രായമൊന്നും ആരും പരിശോധിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ വരുന്നുണ്ടാവും. ഇവിടെ പ്രായം എന്താണെന്ന് നമുക്കറിയില്ല, യാതൊരു കാര്യവുമല്ല. സ്ത്രീകൾ എല്ലാവർക്കും പ്രവേശിക്കാനുള്ള അവകാശമുണ്ടല്ലോ, സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ആളുകൾ പോകുന്നുണ്ടാകും. അവരെ തടയാനൊന്നും നമുക്ക് യാതൊരു വ്യവസ്ഥയുമില്ല, തടയാനൊന്നും സാധിക്കുന്നൊരു കാര്യമല്ല. ശബരിമല യുവതി പ്രവേശത്തിൽ BJPയുടെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്ത്. യുവതി പ്രവേശത്തെ അനുകൂലിച്ച് BJPയുടെ മുൻ അധ്യക്ഷനും രാജ്യസഭാ എംപിയുമായ V മുരളീധരൻ. ദേശീയ ചാനൽ ചർച്ചയിലാണ് മുരളീധരന്റെ ഈ നിലപാട്. വിശ്വാസികളായ യുവതികൾക്ക് സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റും പോലീസുമെന്ന V മുരളീധരൻ. വിഷയത്തിൽ തുടർ കലാപങ്ങൾ BJP കേരളത്തിൽ ഉയർത്തുന്നതിനിടെയാണ് മുരളീധരന്റെ പ്രതികരണം. ശബരിമല യുവതി പ്രവേശനത്തെ ചൊല്ലി BJP സംഘപരിവാർ പ്രവർത്തകർ സംസ്ഥാനത്തെ വ്യാപക അക്രമങ്ങൾ അഴിച്ചുവിടുന്ന പശ്ചാത്തലത്തിലാണ് BJPയുടെ ഇരട്ടത്താപ്പ് വീണ്ടും പുറത്തായിരിക്കുന്നത്. ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ BJP മുൻ അധ്യക്ഷനും രാജ്യസഭ MP കൂടിയുമായ V മുരളീധരനാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിൽ തെറ്റില്ല, ഭരണഘടനാ ബാധ്യത നിറവേറ്റേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നുമായിരുന്നു V മുരളീധരന്റെ തുറന്നു പറച്ചിൽ. See, the thing is, there is no issue. I don't say that if women wanted to enter as a devotee and the police gave the protection, it was the duty of the police, it is the duty of the state. Yes. And it was the duty of the state to obey the order of the Supreme Court. സുപ്രീം കോടതി വിധിയെ ആദ്യം അനുകൂലിക്കുകയും പിന്നീട് മലക്കം മറിയുകയും ചെയ്ത BJPക്ക് കനത്ത പ്രഹരം കൂടിയാണ് V മുരളീധരന്റെ പ്രതികരണം. നിലവിൽ തുടർച്ചയായി സംസ്ഥാനത്ത് BJP സംഘപരിവാർ സംഘടനകൾ അക്രമം അഴിച്ചുവിടുമ്പോഴാണ് V മുരളീധരന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്. തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നുവെന്ന് V മുരളീധരൻ. കൈരളി ചാനലിനോട് പ്രതികരിക്കാനില്ലെന്നും മുരളീധരൻ. ശബരിമല വിഷയത്തിൽ പാർലമെന്റിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധിച്ച UDF MPമാർക്കെതിരെ സോണിയാഗാന്ധി. പ്രതിഷേധം കേരളത്തിൽ മതിയെന്ന സോണിയാഗാന്ധി നേതാക്കളെ വിലക്കി. ശബരിമല യുവതി പ്രവേശന വിഷയം ലിംഗസമത്വവുമായി ബന്ധപ്പെട്ടതായതിനാൽ ദേശീയ തലത്തിൽ പ്രതിഷേധം വേണ്ടെന്നായിരുന്നു സോണിയുടെ നിർദ്ദേശം. ഇതിനിടെ ഓർഡിനൻസ് ഇറക്കണമെന്ന ആവശ്യവുമായി പ്രധാനമന്ത്രിയെ കാണാൻ നീക്കം നടത്തിയ MPമാരെ രാഹുൽ ഗാന്ധിയും വിലക്കി. ശബരിമല യുവതി പ്രവേശനത്തിൽ BJP നിലപാട് തള്ളി കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനെ എതിർക്കാനാകില്ലെന്ന് പാസ്വാൻ പറഞ്ഞതിലൂടെ BJP നേതൃത്വം കടുത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. വിധി മാനിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ള നിർദ്ദേശവും പാസ്വാൻ കേന്ദ്ര നേതൃത്വത്തിന് നൽകി. തിരുവനന്തപുരത്ത് പരക്കെ BJP ആക്രമം. നെയ്യാറ്റിൻകര CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ ബോംബേർ. പുലർച്ചെയാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. നെടുമങ്ങാട് CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെയും അക്രമം തുടരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗവും മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ P ഹരികേശൻ നായരുടെ വീടിന് നേരെയും SFI നേതാവ് ഹരിയുടെ വീടിന് നേരെയും ബോംബെറിഞ്ഞു. കരിപ്പൂർ ബ്രാഞ്ച് സെക്രട്ടറി പ്രമോദിന്റെ വീട് അടിച്ചു തകർത്തു. ഇതിനിടെ മലയിൻകീഴിൽ RSS അനുകൂല മാനേജ്മെന്റിന്റെ സ്കൂളിൽ നിന്ന് ബോംബുകൾ പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.